നമസ്കാരം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് മെഷീനെ പറ്റി ഞാൻ ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ അന്ന് പറഞ്ഞ പോലെ മെഷീന്റെ ഉള്ളിൽ അഴിച്ചിട്ട് കാണിച്ചു തരാം എന്തൊക്കെ സ്പെയർ പാർട്സ് കാര്യങ്ങളുണ്ട് എന്നുള്ളത്. AGD 2020 ഉള്ളിലുള്ള സ്പെയർ പാർട്സും അല്ലെങ്കിൽ എന്തൊക്കെ കമ്പോണൻസും ഉപയോഗിക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിന് മെഷീൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ വരുന്നതാണ് ഡിസ്പ്ലേ, ഇത് ഫോട്ടോമെട്രി യൂണിറ്റ്, ഇത് ഫ്ലോ സെല്ല്, ഇത് പമ്പ്, ഫാന്, മെയിൻ ബോർഡ്, പ്ലസ് ഇപ്പുറത്ത് വരുന്നത് SMBS, പ്രിന്റർ വരുന്നുണ്ട്, ആസ്പിറേഷൻ സ്വിച്ച് വരുന്നുണ്ട്. ഇത്രയാണ് ഈ മെഷീന്റെ ഉള്ളിൽ വരുന്ന സ്പെയർ പാർട്സും കാര്യങ്ങളും. ഏതൊരു മെഷീന്റെയും മെയിൻ ഹാർട്ട് എന്ന് പറയുന്നത് അതിന്റെ ലാമ്പും ഫിൽറ്ററാണ്. ഇതാണ് നമ്മുടെ മെഷീന്റെ ഫോട്ടോമെട്രി യൂണിറ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഫോട്ടോമെട്രി യൂണിറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഫ്ലോ സെല്ല് വരുന്നത്. ഈ ഫോട്ടോമെട്രി യൂണിറ്റ് ഈ മെഷീന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫോട്ടോമെട്രിക് യൂണിറ്റ് ഫുൾ കവേർഡ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പല മെഷീനിലും ഫുൾ കവേർഡ് അല്ല. കവേർഡ് ആവാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ലാമ്പിന്റെ ഇന്റൻസിറ്റി ഒന്ന് കറക്റ്റ് സൈസിലേക്ക് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അബ്സോർവ് ചെയ്യില്ല. പക്ഷെ നമ്മുടെ മെഷീനിൽ എന്ന് പറഞ്ഞാൽ ഫോട്ടോമെട്രി യൂണിറ്റ് ലാമ്പും എല്ലാം ഇൻസൈഡ് ആയതുകൊണ്ട് ഇതിനകത്ത് ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല. പല മെഷീൻസ് മാർക്കറ്റിലുള്ള മെഷീൻസ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലാമ്പ് വെളിയിലായിരിക്കും. ഈ പറഞ്ഞ ഫോട്ടോമെട്രിക് ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്റർ, ഇതാണ് ഫിൽറ്റർ യൂണിറ്റ്. ഈ ഫിൽറ്റർ യൂണിറ്റ് എല്ലാം വെളിയിലായിരിക്കും. വെളിയിലാകുമ്പോഴുള്ള എന്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റും കാര്യങ്ങളും ഇതിനകത്ത് ആവുകയും ഈ പറഞ്ഞ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കറക്റ്റായിട്ട് പാസ്സാവാതെ അത് ബ്ലോക്ക് ചെയ്യാനും കാര്യങ്ങളും സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ കമ്പനി അത് അഡ്വാൻസ് ഫീച്ചേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് അതിനെ മുൻകൂട്ടി കണ്ടിട്ട് ഇത് ഫുൾ കവർ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ച് കവർ ചെയ്തിട്ടാണ് ഇതിന്റെ യൂണിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഫ്ലോസെല്ല് വെക്കുന്നത്. ഇത് ഫോട്ടോമെട്രിക് സെൻസറാണ്. ഇതൊരു ഡിക്റ്റേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ നിന്നാണ്. ഇതാണ് ഫോട്ടോമെട്രിക് ഫിൽറ്റർ വരുന്നത്. ഫിൽറ്റർ യൂണിറ്റ് ഇതാണ് ലാമ്പ് വരുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു ലെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ലെൻസും വരുന്നുണ്ട്. ഇതാണ് ഇത് റൊട്ടേറ്റ് ചെയ്യണം മോട്ടർ കാര്യങ്ങളും വരുന്നത്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇത് ഫുൾ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കവർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡസ്റ്റോ കാര്യങ്ങളൊന്നും വരാൻ പറ്റാത്ത രീതിയിൽ കവർ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിൽറ്ററിലുള്ള ഡസ്റ്റ് കാര്യങ്ങളൊന്നും പെടില്ല. അപ്പോൾ പെടാതെ ആവുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എക്സാക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് റിസൾട്ട് കാര്യങ്ങൾ കിട്ടുകയുള്ളൂ. നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു മോട്ടറാണ്, പമ്പ് മോട്ടറാണ്. ഇതാണ് നമ്മൾ ആസ്പിറേഷൻ വലിക്കുന്നത് ആയിട്ടുള്ള ഒരു മോട്ടർ. ഇത് തോംസൺ എന്ന് പറഞ്ഞ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ മോട്ടറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മെയിൻ ബോർഡാണ് വരുന്നത്. പിന്നെ ഇത് ഡിസ്പ്ലേ, ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിന്റർ, SMBS, ഇതാണ് ഇൻസൈഡ് വരുന്ന ഇത്. ഇതൊക്കെയാണ് AGD 2020 എന്ന് പറഞ്ഞ മോഡലിനുള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള സ്പെയർ പാർട്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളും. ഞാൻ മുമ്പ് ഈ വീഡിയോയുടെ മുമ്പ് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഞാൻ ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അപ്പോൾ ഏതെങ്കിലും ഒരു മെഷീൻ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയും ഈ വീഡിയോയും കണ്ടു നോക്കുക. എന്നിട്ട് അതിന്റെ മെറ്റീരിയൽസ് ഏതാണെന്നും അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നും അതിന്റെ ഫീച്ചേഴ്സ് എത്രത്തോളം ഉണ്ടെന്നും നിങ്ങൾക്ക് തന്നെ നോക്കി കാണാവുന്നതാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു മെഷീൻ ചൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.